ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 46. ഉണ്ണികൃഷ്ണന്റെ വായിൽ യശോദ കണ്ട പ്രപഞ്ചം. വൃത്തം വിയോഗിനി. ശ്ലോകം 1. അയി ദേവപുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ദയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമജഷ്ടവല്ലവേ. അയി ദേവപുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ദയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമജഷ്ടവല്ലവേ. അയി ദേവ, അല്ലയോ ദേവ, ശ്രീകൃഷ്ണ, പുരാ കില ത്വയി, മുമ്പൊരിക്കൽ അങ്ങ്, സ്വയം ഉത്താനശയെ, സ്വയമായി മലർന്നു കിടന്ന്, സ്തനന്തയെ, മുല കുടിക്കുമ്പോൾ, പരിജൃംഭണതോ, കൊട്ടുവായിടുന്നതിന്, വ്യഭാവൃതേ വദനേ, നന്നായി അഭാവൃതമായ വദനത്തിനുള്ളിൽ, വിശ്വം അജഷ്ടവല്ലവി, യശോദാദേവി ലോകമാസകലം കണ്ടു അത്രേ. ശ്ലോകാർത്ഥം. അല്ലയോ ദേവ, ശ്രീ ഗുരുവായൂരപ്പ, മുമ്പൊരിക്കൽ അങ്ങ് ഉണ്ണിക്കണ്ണൻ മലർന്നു കിടന്ന് മുലപ്പാൽ കുടിക്കുന്നതിനിടെ കോട്ടുവായിടാൻ മലർക്കെ തുറന്ന വായ്ക്കുള്ളിൽ യശോദാദേവി ചരാചരാത്മകമായ ഈ വിശ്വമാകെ ദർശിച്ചു അത്രേ. ശ്ലോകം 2. പുനരപ്യഥ ബാലകൈ സമം ത്വയി ലീലാനിരതേ ജഗത്പതേ ഫലസഞ്ജയ വഞ്ചനകൃതാ തവ മൃദ്ഭോജനമൂചുരർഭഗാഃ. ഒരിക്കൽ കൂടി. പുനരപ്യഥ ബാലകൈ സമം ത്വയി ലീലാനിരതേ ജഗത്പതേ ഫലസഞ്ജയ വഞ്ചനകൃതാ തവ മൃദ്ഭോജനമൂചുരർഭഗാഃ. പുനർ അഭ്യത, പിന്നെ ഒരിക്കൽ കൂടി. ബാലകൈ സമം, ബാലകന്മാരോടൊത്ത്. ത്വയി ലീലാനിരതേ ജഗൽപദേ, അങ്ങ് ഹേ ജഗൽപദേ കളികളിൽ ഏർപ്പെട്ടിരിക്കെ. ഫലസഞ്ജയ വഞ്ചനകൃത, തങ്ങളെ കബളിപ്പിച്ചിട്ട് ഫലങ്ങൾ തട്ടിയെടുത്തതിലുണ്ടായ ക്രോധം കൊണ്ട്. തവമൃദ്ഭോജനം, അങ്ങ് കണ്ണൻ മണ്ണു തിന്നുന്നു എന്ന് ഊജുർ അർഭക, കുട്ടികൾ പറഞ്ഞു. ശ്ലോകാർത്ഥം. ജഗൽപതിയായ ഹേ ഗുരുവായൂരപ്പ, പിന്നെയൊരിക്കൽ അങ്ങ് ബാലകരോടൊത്ത് കളിക്കുമ്പോൾ തങ്ങളെ പറ്റിച്ച് പഴം തട്ടിയെടുത്തതിലുള്ള ക്രോധം മൂലം അങ്ങ് ഉണ്ണിക്കണ്ണൻ മണ്ണു തിന്നു എന്ന് യശോദയോട് മറ്റു കുട്ടികൾ പറഞ്ഞു. ശ്ലോകം 3. ഐരേ പ്രളയാവധൗ വിഭോ ക്ഷിദിതോ യാതി സമസ്തഭക്ഷിണഃ മൃദുപാശനതോ രുജാ ഭവേദ് ഇതി ഭീതാ ജനനീ ചുകോപസാ. ഒരിക്കൽ കൂടി. ഐരേ പ്രളയാവധൗ വിഭോ ക്ഷിദിതോ യാതി സമസ്തഭക്ഷിണഃ മൃദുഭാഷനതോ രുജാ ഭവേദ് ഇതി ഭീതാ ജനനീ ചുകോപസാ. ആയിധേ പ്രളയാവധൗ വിഭോ, ഹേ സർവശക്തനും സർവവ്യാപിയുമായ ഭഗവാനെ, അങ്ങ് പ്രളയകാലത്ത് ക്ഷിതി തോയാദി സമസ്ത ഭക്ഷിണ, ഭൂമി ജലം ആദി സമസ്ത പഞ്ചഭൂതാത്മക പ്രപഞ്ചം മുഴുവനും വിഴുങ്ങുന്നു. മൃദ് ഉപാസനധോ രുചാ ഭവേദ്, മണ്ണ് അശനം ചെയ്തതിനാൽ, മണ്ണ് തിന്നതിനാൽ രോഗം വരും. രുച, രോഗം. ഇതി ഭീത ജനനി ചുകോപ സാ, എന്ന് പേടിച്ച് ആ അമ്മ കോപിച്ചു. ശ്ലോകാർത്ഥം. സർവശക്തനും സർവവ്യാപിയുമായ ഹേ ഭഗവാനെ കൃഷ്ണ,
പ്രളയകാലത്ത് ഭൂമി, ജലം ആദി പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവൻ വിഴുങ്ങുന്ന അങ്ങയ്ക്ക് മണ്ണു തിന്നാൽ രോഗമുണ്ടാകും എന്ന ഭയത്താൽ ആ അമ്മ യശോദ വളരെ കോപിച്ചു. ശ്ലോകം 4. അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാപദവത്സഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിതതാം താം പ്രതിജജ്ഞിഷേഹസൻ. ഒരിക്കൽ കൂടി. അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാപദവത്സഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിദദാം താം പ്രതിജജ്ഞിഷേഹസൻ. അയി ദുർവിനയാത്മക ത്വയാ, എടാ കുസൃതിക്കുട്ട, നിന്നാൽ കിമുമൃത്സ ബദ വത്സഭക്ഷിത, എന്റെ ഓമനപുത്ര, കഷ്ടം, നീ മണ്ണു തിന്നു അല്ലേ. ഇതി മാതൃഗിരം ചിരം വിഭോ, ഇങ്ങനെ അമ്മയുടെ ആവർത്തിച്ചുള്ള ചോദ്യം കേട്ടിട്ടും ഹേ ഭഗവാനേ, വിദധാം താം പ്രതി ജഞ്ജിഷേ ഹസൻ, അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് ആ കാപട്യത്തെ അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി. ശ്ലോകാർത്ഥം. എടാ കുസൃതിക്കുട്ട, എന്റെ ഓമനപുത്ര, നീ മണ്ണു തിന്നു അല്ലേ എന്ന് ആ അമ്മ ആവർത്തിച്ച് ചോദിച്ചതു കേട്ട് ഹേ വിഭോ ഭഗവാനേ ശ്രീകൃഷ്ണ, അങ്ങ് പുഞ്ചരിച്ചു കൊണ്ടേയിരുന്നു ആ കാപട്യത്തെ അമ്മയ്ക്ക് പിന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ശ്ലോകം 5. അയിതേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിദാര്യതാം ഇതി മാതൃബിഭത്സിതോ മുഖം വികസത് പത്മനിഭം വ്യധാരയ. ഒരിക്കൽ കൂടി. അയിതേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിദാര്യതാം ഇതി മാതൃബിഭത്സിതോ മുഖം വികസത് പത്മനിഭം വ്യധാരയ. അയിതേ സകലൈർ വിനിശ്ചിതൈ, എടാ കുട്ട, ഇവിടെ സകലരും ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. വിമതിച്ഛേദ്, നീ സമ്മതിക്കുന്നില്ലെങ്കിൽ, വദനം വിദാര്യതാം, വാ തുറക്കൂ, ഇതി മാതൃവിഭത്സിതോ, എന്നിങ്ങനെ അമ്മ ശകാരിച്ചപ്പോൾ, മുഖം വികസത് പത്മനിഭം വ്യധാരയ, മുഖം ഒരു വിടരുന്ന താമരപ്പൂ പോലെ തുറന്നു, വായ് മുഴുവൻ തുറന്നു കാണിച്ചു. ശ്ലോകാർത്ഥം. ഏയ് ഉണ്ണി, സകലരും ഉറപ്പിച്ചു പറയുന്ന കാര്യം നീ സമ്മതിക്കുന്നില്ലേ? എങ്കിൽ വായ് തുറക്കൂ. ഇങ്ങനെ ആ അമ്മ ശകാരിച്ചപ്പോൾ വിടരുന്ന ഒരു താമരപ്പൂ പോലെ ആ മുഖം കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് പൂർണ്ണമായി തുറന്നു. ശ്ലോകം 6. അഭിമൃത്ലവദർശനോത്സുകാം ജനനീതാം ബഹുതർപ്പയന്നിവ പൃഥ്വീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യദീദൃശഃ. ഒരിക്കൽ കൂടി. അഭിമൃദ്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥ്വീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യദീദൃശഃ. അഭിമൃത് ലവദർശനോത്സുഖാം, ലേശമെങ്കിലും മണ്ണ് കാണാനാകുമോ എന്ന് ശങ്കിച്ച്, ജനനീം താം ബഹുതർപ്പയൻ ഇവ, ആ അമ്മ നന്നായി തൃപ്തിയായിക്കൊള്ളട്ടെ എന്ന പോലെ, പൃഥ്വീം നിഖിലാം ന കേവലം, കേവലം അഖില ഭൂലോകം മാത്രമല്ല, ഭുവനാനി അഭി അഖിലാൻ അധീദൃശ, അഖില ഭുവനങ്ങളെയും കാണിച്ചു കൊടുത്തു. ശ്ലോകാർത്ഥം. വായ്ക്കകത്ത് ലേശമെങ്കിലും മണ്ണ് കാണാനാകുമോ എന്ന് ശങ്കിച്ച ആ അമ്മയ്ക്ക്
ഇനിയിപ്പോൾ നന്നായി തൃപ്തിയായിക്കൊള്ളട്ടെ എന്നതുപോലെ അവിടെ ആ വായ്ക്കകത്ത് അഖില ഭൂലോകങ്ങൾ മാത്രമല്ല പ്രപഞ്ചത്തെ ആകെ കാണിച്ചു കൊടുത്തു. ശ്ലോകം 7. കുഹചിദ്വനമംബുധി ക്വചിത് ക്വചിദഭ്രം കുഹചിത് രസാതലം മനുജാദനുജാ ക്വചിത് സുരാഃ ദദൃശേ കിം ന തദാ ത്വദാനനേ. ഒരിക്കൽ കൂടി. കുഹചിദ്വനമംബുധി ക്വചിത് ക്വചിദഭ്രം കുഹചിത് രസാതലം മനുജാദനുജാ ക്വചിത് സുരാഃ ദദൃശേ കിം ന തദാ ത്വദാനനേ. കുഹജിത് വനം, ഒരിടത്ത് വനം. അംബുധി ക്വചിത്, മറ്റൊരിടത്ത് സമുദ്രം. ക്വചിത് അഭ്രം, മറ്റൊരിടത്ത് ആകാശം. കുഹജിത് രസാതലം, ഒരിടത്ത് രസാതലം. മനുജ ധനുജ ക്വചിത് സുരാഃ, മനുഷ്യൻ, അസുരർ, പിന്നെ മറ്റൊരിടത്ത് ദേവന്മാർ. ദദൃശേ കിം ന തദാ ത്വദ് ആനനേ, ആ സമയത്ത് അങ്ങയുടെ ആനനത്തിൽ വായയിൽ എന്തുതന്നെ കാണപ്പെട്ടില്ല. ശ്ലോകാർത്ഥം. ഒരിടത്ത് വനം, മറ്റൊരിടത്ത് സമുദ്രം, ഇനി മറ്റൊരിടത്ത് ആകാശം, പിന്നെ മറ്റൊരിടത്ത് രസാതലം, മനുഷ്യൻ, അസുരർ, ദേവന്മാർ എന്നിങ്ങനെ ആ വായയിൽ എന്തുതന്നെ കാണപ്പെട്ടില്ല. ശ്ലോകം 8. കലശാംബുധിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കദിതാ ത്വാം ന ദദർശ സാമുഖേ. കലശാംബുധിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കദിതാ ത്വാം ന ദദർശ സാമുഖേ. കലശാംബുധി ശായിനം പുനഃ, പിന്നെ കലശാംബുധി പാലാഴിയിൽ ശയിക്കുന്നവനായും പരവൈകുണ്ഠപദ അധിവാസിനം സർവോത്കൃഷ്ടമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നവനായും സ്വപുരശ്ച നിജ അർഭകാത്മകം തൻ്റെ മുന്നിൽ തൻ്റെ തന്നെ പുത്രസ്വരൂപനായും കഥിത എത്ര വിധത്തിൽ ത്വാം ന ദദർശ സാ മുഖേ അവിടത്തെ ആ മുഖത്ത് ദർശിച്ചില്ല. ശ്ലോകാർത്ഥം. പിന്നെ പാലാഴിയിൽ ശയിക്കുന്നവനായും സർവോത്കൃഷ്ടമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നവനായും തൻ്റെ തന്നെ മുന്നിൽ സ്വപുത്രസ്വരൂപനായും എന്തെന്തു വിധത്തിൽ ആ അമ്മ ആ തിരുമുഖത്ത് ദർശിച്ചില്ല. ശ്ലോകം 9. വികസദ്ഭുവനേ മുഖോദരേ നനുഭൂയോപി തഥാ വിധാനനഃ അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗദാം ബദാതനോദ്. ഒരിക്കൽ കൂടി. വികസദ്ഭുവനേ മുഖോദരേ നനുഭൂയോപി തഥാ വിധാനനഃ അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗദാം ബദാതനോദ്. വികസത് ഭുവനേ മുഖോദരേ, ആ മുഖോദരത്തിൽ ആ വായ്ക്കുള്ളിൽ വിടർന്നു വന്ന ലോകങ്ങളോടും പ്രപഞ്ചത്തോടും നനുഭൂയോ അഭി തഥാവിധ ആനന, പിന്നെ വീണ്ടും തുറന്നിരിക്കുന്ന വായയുമായി അനയാ സ്ഫുടം ഈഷിതോ ഭവാൻ, ആ അമ്മയാൽ കാണപ്പെട്ട ഭവാൻ ശ്രീകൃഷ്ണൻ അനവസ്ഥാം ജഗതാം ബദ അധനോത്, ഈ പ്രപഞ്ചം അനന്തവും അസ്ഥിരവുമാണെന്ന് അത്ഭുതകരമായി വിശദമാക്കി. ശ്ലോകാർത്ഥം. വിടർന്നു വികസിച്ചു നിൽക്കുന്ന ഭുവനങ്ങളോടുകൂടിയ ഭഗവാന്റെ മുഖാന്തർഭാഗവും പിന്നെ
തുറന്ന മുഖമുള്ള ഉണ്ണിക്കണ്ണനെയും കണ്ട യശോദയ്ക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രപഞ്ചം അനന്തവും അസ്ഥിരവുമാണെന്ന കാര്യം അത്ഭുതകരമാം വണ്ണം വിശദമാക്കി കൊടുത്തു. ശ്ലോകം 10. ധൃതതത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംബദിശേത്യുപാസജൻ ഭഗവന്നത്ഭുതബാലപാഹി മാം. ഒരിക്കൽ കൂടി. ധൃതതത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംബദിശേത്യുപാസജൻ ഭഗവന്നത്ഭുതബാലപാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ധൃത തത്വധിയം, ദൃഢമായ ധരിക്കപ്പെട്ട തത്വബുദ്ധിയോടുകൂടി, തത്വബോധം വളർന്ന മനസ്സുമായി. തഥാ ക്ഷണം ജനനീം താം, അപ്പോൾ അല്പനേരത്തേക്ക് ആ അമ്മയെ പ്രണയേന മോഹയൻ, സ്നേഹമയമായ മായയാൽ മയക്കുന്നവനായി. സ്തനം അംബ ദിശ ഇധി, അമ്മേ അമ്മിഞ്ഞതരൂ എന്ന് പറഞ്ഞ്. ഉപാസജൻ ഭഗവൻ അത്ഭുത ബാലപാഹിമാം, അമ്മയുടെ മടിയിൽ പറ്റിക്കൂടുന്ന അത്ഭുത ശിശുവായ ഭഗവാനെ അങ്ങ് അടിയനെ രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. അപ്പോൾ ക്ഷണനേരത്തേക്ക് പരമാർത്ഥബോധമുണ്ടായ ആ അമ്മയെ സ്നേഹമസൃണമായ മായയാൽ മയക്കുന്നവനായി അമ്മേ അമ്മിഞ്ഞതരൂ എന്നിങ്ങനെ പറഞ്ഞ് മടിയിൽ പറ്റിക്കൂടുന്ന അത്ഭുത ശിശുവായ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിക്കണമേ. ഉണ്ണിക്കണ്ണൻ മണ്ണ് ഭക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അല്പമെങ്കിലും മണ്ണ് ആ വായ്ക്കകത്ത് അവശേഷിച്ചിട്ടുണ്ടാകുമല്ലോ എന്ന ധാരണയിലാണ് കണ്ണന്റെ വിടർന്ന വായ്ക്കകത്തേക്ക് ആ അമ്മ നോക്കിയത്. എന്നാൽ അത്ഭുതകരമായി ആ വായ്ക്കകത്ത് ഈ ബ്രഹ്മാണ്ടമാകെയും പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന ശ്രീഹരിയെയും ആ അമ്മ ദർശിച്ചു. കൂടാതെ തന്റെ മുമ്പിൽ വാപൊളിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയും കണ്ട് യശോദ ആകെ വിവശയായി. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ ലീനമാണെന്നും ഭഗവത് സ്വരൂപം തന്നെയാണ് ഈ പ്രപഞ്ചം എന്നുമുള്ള ജ്ഞാനം ആ മാതാവിന് പകർന്നു നൽകി. പിന്നെ ആ ധന്യമാതാവിനെ കൂടുതൽ പരവശയാക്കാതെ വീണ്ടും ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അമ്മേ അമ്മിഞ്ഞ തരൂ എന്ന് സ്നേഹവായ്പോടെ പറഞ്ഞ് മടിയിൽ കയറിയിരുന്നു. പരമയോഗികൾക്ക് പോലും അനുഭവിക്കാൻ അസാധ്യമായ മായാപ്രപഞ്ചത്തെ തന്നെയാണ് യശോദയ്ക്ക് അനുഭവവേദ്യമായത്. കണ്ണന് ആ മാതാവിലുള്ള സ്നേഹാധിക്യത്തെയും അനേക ധന്യജന്മങ്ങളിലൂടെ ആ അമ്മ നേടിയെടുത്ത പുണ്യത്തെയും ഇവിടെ വെളിവാക്കുന്നു. കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം.